ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ ചരിത്രവിധി. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. എസ്.ഡി.പി.ഐ, പി.എഫ്.ഐ ഭീകരരായ 15 പേരാണ് കേസിലെ പ്രതികൾ. നിഷ ദിലീപുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. നിഷ, കോടതി തന്നെ വ്യക്തമാക്കിയത് അതിനിഷ്ഠൂരവും ക്രൂരവുമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി കണക്കാക്കാൻ സാധിക്കില്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു കേസിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ള ആളായിരുന്നില്ല. ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കി മുൻകൂട്ടി കരുതിക്കൂട്ടി നടത്തിയ ക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ് കോടതി വിധി പ്രസ്താവിക്കവേ തന്നെ പറഞ്ഞത്. ഈ കോടതി മുറിയിൽ നിൽക്കുമ്പോൾ പോലും പ്രതികൾക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപവും ഈ കൊലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വിശദാംശങ്ങൾ. അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകം, അതുകൊണ്ട് തന്നെ അപൂർവമായ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകിക്കൊണ്ടുള്ളതായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയുടെ ഇന്നത്തെ വിധി. എന്തായാലും കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ എഴുതി ചേർക്കപ്പെടാവുന്ന ഒരു വിധിയായിരുന്നു ഇന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. അതിന്റെ തെളിവാണ് ഇന്നത്തെ വിധി. ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് എസ്.ഡി.പി.ഐ, പി.എഫ്.ഐ പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് പ്രതികളെന്നും അവർ കൊലപാതകത്തിന് പരിശീലനം ലഭിച്ചവരാണെന്നുമുള്ള കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ ആദ്യം മുതൽ തന്നെ കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ശരിവെച്ചിരുന്നു. കാരണം ഈ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ മറ്റുള്ളവർക്ക് ഒരു പാഠമാകേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഒരു പാഠമായിരിക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ആ കാര്യങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് അത്തരത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് ഇവിടെ പ്രതികൾക്ക് 15 പേർക്ക്, മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ കോടതി എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട്. ജുഡീഷ്യറി നിയമവാഴ്ചയുടെ രക്ഷകർത്താവാണ്. ഒപ്പം തന്നെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കേസിലും നിയമത്തിന്റെ ഇളവ് പ്രതികൾക്ക് നൽകാനാവില്ല എന്നും വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനൊരു രാഷ്ട്രീയ കൊലപാതകമായി കാണാനാവില്ല. സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഈ കേസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് കോടതി പറഞ്ഞു. കാരണം പ്രതിഭാഗത്തിന്റെ വാദം മുഴുവൻ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. കാരണം പ്രതികൾക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇതിനെ ശക്തമായി തന്നെ അന്നും പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. കാരണം കൊല്ലപ്പെടേണ്ടവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ട ആളുകളെ വളരെ ആസൂത്രിതമായി കൃത്യമായ ആസൂത്രണത്തോടു കൂടി വകവരുത്തുക, അതും അതിക്രൂരമായി വകവരുത്തുക. ഈ ഒരു രീതി തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലും പ്രതികൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിലെത്തിയ 12 അംഗ സംഘം രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് 2021 ഡിസംബർ 19 പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ഈ പ്രതികളുടെ സംഘം എത്തുന്നത്. ഇതിൽ 8 പേർ കുറ്റകൃത്യം നടത്തുമ്പോൾ, അതായത് കൂടം കൊണ്ട് അടിച്ചും വെട്ടിയും മറ്റും രഞ്ജിത്തിനെ കൊലപ്പെടുത്തുമ്പോൾ മറ്റ് 4 പേർ ഈ പ്രതികൾക്ക് സഹായകമായി ഈ വീടിന് കാവൽ നിന്നു. അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ പുറത്തേക്ക് കടക്കരുത്, മാത്രമല്ല ആരെങ്കിലും പുറത്തുനിന്ന് ചെന്നാൽ അവർക്ക് വീട്ടിൽ കയറി രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കരുത്. ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ 4 പ്രതികൾ പുറത്തു നിൽക്കുകയും 8 പേർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരെ സ്വന്തം കൈകൾ കൊണ്ട് കൃത്യം നടത്തിയ ആളുകൾ എന്നാണ് ഈ പ്രതികളെ കോടതി കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചിരുന്നത്. കുറ്റകൃത്യം നടത്തിയ 8 പ്രതികൾ, ഇവർക്ക് കാവൽ നിന്ന, ഇവർക്ക് സഹായമായി നിന്ന 4 പ്രതികൾ, ഇവർ കൊലപാതകത്തിന്റെ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടവരാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല 13 മുതൽ 15 വരെയുള്ള പ്രതികൾ, ഇവർ പ്രധാന ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചനയും ഇവരുടെ ആസൂത്രണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിക്കാനായി രഞ്ജിത്ത് കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയിലും പ്രതികൾ എത്തിയിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിറ്റേന്ന് പുലർച്ചെ 6 മണിയോടുകൂടി വരികയും അതിക്രൂരവും മൃഗീയവുമായ കൊലപാതകം നടത്തി പോവുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം എന്ന് പറയുന്നത്
മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖം വികൃതമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല എന്ന തരത്തിൽ ഉള്ള വാദങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിൽ ഒരു അന്തിമ വിധി ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിഷ്ണു. അത് തന്നെയാണ് ക്രൂരവും നിഷ്ഠൂരവുമായ കൊലപാതകം എന്നുള്ളതാണ് കോടതിയുടെയും നിരീക്ഷണം. കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് നിഷാദ് ദിലീപ് വ്യക്തമാക്കിയത്.